ഋഷിയുടെ പൊട്ടിത്തെറി എന്താണ് സംഭവം? അതെ, സിബിൻ ഇവിടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമോ? ഋഷിനെ ഒതുക്കാൻ സിബിന് കഴിയുമോ? അതെ. പിന്നെ റസ്മിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാവിലെ അൻസിബയുടെ സമരപ്പോര് എല്ലാം നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. എല്ലാവർക്കും ഒന്നും കൂടി ഈദ് മുബാറക്. അപ്പോൾ റസ്മിൻ്റെ കാര്യം പറയണമെങ്കിൽ റസ്മിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ചെക്കപ്പിന് വേണ്ടിയിട്ടാണ്, പനിയായിരുന്നല്ലോ. അപ്പോൾ കൊണ്ടുപോയി. രാവിലെ തന്നെ അൻസിബ ഇവിടെ സമര മുറ ആരംഭിച്ചിരിക്കുകയാണ്. അപ്സരയ്ക്കെതിരായിട്ടുള്ള ഒന്നും ചെയ്യില്ല. നിങ്ങൾ പറഞ്ഞ ഒന്നും ചെയ്യില്ല എന്നുള്ള സംഭവം ഇറക്കിയിട്ടുണ്ട്. അവർ തമ്മിലുള്ള വഴക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇന്ന് ബിഗ് ബോസ് പറഞ്ഞത് ട്രിപ്പ് പോകുമ്പോൾ എവിടെ കൊണ്ടുപോകും, ആരെ കൊണ്ടുപോകും, എങ്ങോട്ട് പോകും എന്നൊക്കെയുള്ള. അപ്പോൾ അതെല്ലാവരും അതിനകത്ത് വലിയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ ശ്രീകുമാർ പറയുന്നുണ്ട് പൂജയും ശരണ്യയും ശ്രീരേഖയും എല്ലാം കൂടി, പൂജയും ശരണ്യയും എല്ലാവരുമാണ് എന്നെ ജാൻമണിയുമായിട്ട് നമ്മൾ എല്ലാം ശരിയാക്കിയത്, അക്സെപ്റ്റ് ചെയ്തു, നമ്മളിപ്പോൾ ഒത്തുതീർപ്പായി, എല്ലാം സ്വീകരിച്ചു. അപ്പോൾ ശരണ്യാണ് ഇതിന് കൂടെ നിന്നത്, നമ്മൾ ഫ്രണ്ട് ആക്കിയതെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ജിൻഡോ ആരും കഴിക്കണ്ട, ആര് കഴിച്ചു, ആ ഫ്ലോർ ടീം കഴിക്കാൻ പാടില്ല, ഇപ്പം ഞാൻ വരാതെ അങ്ങനെ ക്യാപ്റ്റനോട് പറയാതെ എങ്ങനെ കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേക്കും ജാസ്മിൻ എന്ത് ചെയ്തെന്നറിയാമോ? ജിൻഡോയിലെ ഫ്ലോർ ടീമിലെ ക്യാപ്റ്റൻസിൽ നിന്ന് മാറ്റി നോറയെ ക്യാപ്റ്റൻ ആക്കി. ഞാൻ വിചാരിച്ചു നോറ മതി ക്യാപ്റ്റൻ, ഞാൻ അപ്പോഴേ പറഞ്ഞാൽ നോറ മതി എന്നൊക്കെ ആര് പറയുന്നു? നമ്മുടെ ജിൻഡോ പറയുന്നുണ്ട് നോറ മതി എന്നുള്ളത്. ഞാൻ ഫുഡ് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നന്ദന ചേട്ടാ കഴിക്കുക ചേട്ടാ ഫുഡ് ചേട്ടാ ദോശയാണ് ചേട്ടാ, നീ പറഞ്ഞാൽ ഞാൻ കഴിക്കാം എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇന്നലത്തെ പ്രൊമോയിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഋഷിയും സിബിനും തമ്മിലുള്ള വഴക്കാണ്. അപ്പോൾ അതിനകത്ത് എനിക്കൊന്ന് ഇപ്പോൾ പൂജയും ലൈവിൽ ശ്രീകുമാറും ഇരുന്നിട്ട് ഈ ജുവനൈലിൻ്റെ കാര്യം, അതായത് ഈ സിബിൻ്റെ കാര്യം പറയുന്നുണ്ട്. ജുവനൈൽ എന്നൊന്നോ വിളിച്ചത്, അതിന് ടാസ്കിലാണോ അതോ അല്ലയോ, ജുവനൈൽ വിടാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള രീതിയിൽ. അപ്പം ആ സംഭവം ഋഷിയോട് പറയുന്നുണ്ട്. അപ്പോൾ ഋഷി പറഞ്ഞിട്ട് ഞാൻ പൊളിച്ചു കൊടുക്കാം, ഞാൻ അവരെ ശരിയാക്കി കൊടുക്കാം, ഞാൻ ഹാൻഡിൽ ചെയ്യണം, നിങ്ങൾ നോക്കിക്കോ എത്ര സ്മൂത്തായിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുള്ളത്. അപ്പോൾ ശ്രീകുമാർ പറഞ്ഞത് നീ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊമോയിൽ കാണിച്ചത് ഋഷി പറയുന്നതായിട്ട്, ഞാൻ മര്യാദയ്ക്ക് നിനക്ക് മര്യാദയ്ക്ക് സംസാരിക്കില്ലേ, ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കില്ലേ, നീ എന്താ പറയണം, ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കില്ലേ, എന്ത് അഹങ്കാരമാണ് എനിക്കുള്ളത്, നീ പറയടാ എന്ന് ഋഷി പറയുന്നുണ്ട്. അപ്പോൾ സിബിൻ പറയണ്ട കൊച്ചു ചേർക്ക നീ പോ, നീ പൊട്ടിക്കര മാറിയിരുന്ന്. പക്ഷേ നിങ്ങൾ ആരാണ് ഇവിടുത്തെ, നിങ്ങൾ ആരാണ്? അപ്പോൾ നിങ്ങൾ കുറച്ച് മാറിയിരുന്ന് നിങ്ങൾ കരാ, അത്രേ ഉള്ളൂ, നിങ്ങൾ മാറിയിരുന്ന് കരാ. നീ കൊച്ചാടാ, നീ കൊച്ച് സിബിൻ. അപ്പോൾ ഋഷി ഇവിടെ കൊച്ചും മറ്റൊന്നും ഇല്ല, അയ്യാ ഇവിടെ എല്ലാവരും ഈക്വലാണ്, ഞാൻ എൻ്റെ കുടുംബം ഒറ്റയ്ക്ക് നോക്കിയവരാണ് കേട്ടോ. അപ്പം പിന്നെ എന്നെ ജുവനൈൽ കൊണ്ടുപോകാൻ നീ ആരാടാ പറയാൻ, നിങ്ങൾ ആരാണ് പറയുന്നത് ജുവനൈൽ കൊണ്ടുപോകാൻ കാരണം, നീ കാരണം പറ, എന്നെ ജുവനൈൽ ചേർക്കാനുള്ള കാരണം നീ പറയടാ. അപ്പോൾ സച്ചിൻ എന്ന് സിബിൻ നീ ആദ്യം പോയിട്ട് ജുവനൈലിൽ പോയി പഠിക്കും. എനിക്കൊന്ന് ജുവനൈൽ എന്ന സംഭവം ടാസ്കിൻ്റെ ഭാഗമാണോ അതോ സിബിൻ അല്ലാതെ പറഞ്ഞതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എന്തായാലും പൂജയും ശ്രീകുമാറും ഇപ്പോൾ നമ്മുടെ ഋഷിയുടെ ചെവിയിലേക്ക് എത്തിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ഇനി അതിൻ്റെ ഭാഗമായിട്ട് ഋഷി പറയുന്നുണ്ടായിരുന്നു ഞാൻ കാണിച്ചു കൊടുക്കാം, ഞാൻ നോക്കട്ടെ, ഞാൻ കാണിച്ചു, ഞാൻ ശരിയാക്കി കൊടുക്കാം, ഞാൻ ഡീൽ ചെയ്യണം, നിങ്ങളെ കണ്ടോ എന്നുള്ള രീതിയിലാണ്. എന്തായാലും സിബിൻ്റെ ഒരു ടാർഗറ്റ് തന്നെ ഋഷിയാണ്. ഈ ടാർഗറ്റ് സിബിന് അച്ചീവ് ചെയ്യാൻ കഴിയോ ഇല്ല എന്നുള്ളത് നോക്കാം. ഫ്ലോർ ടീമിൻ്റെ ക്യാപ്റ്റൻ നോറയാണ്, ജിൻഡോ മാറി. ഇവിടെ സായി തേച്ചതായിട്ടാണ് ശ്രീരേഖ പറയുന്നത്. അതായത് ജിൻഡോയും സായിയും കൂടെ എന്തൊക്കെയോ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സായി ജിൻഡോനെ തേച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. റസ്മിൻ തിരിച്ചു വന്നിട്ടില്ല, ഹോസ്പിറ്റലിലാക്കി പോയിരിക്കുകയാണ്. കൂടെ അപ്സര ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, അപ്സര പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുക. അല്ല, അപ്സര പോയിട്ടില്ല, അപ്സര ഇവിടെ ഉണ്ട്, അപ്സര പോയിട്ടില്ല, റസ്മിൻ അല്ലാതെ കൊണ്ടുപോയിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് രാവിലെ നടന്നത്. ബാക്കി സംഭവ വികാസങ്ങളിൽ നടക്കും. ഇന്ന് ടാസ്ക് ഉണ്ട്, അതായത് ഇന്നത്തെ ടാസ്ക് വേറെ ആയിരിക്കുമല്ലോ, ഇന്ന് ഫിസിക്കൽ ടാസ്ക് ആയിരിക്കുന്നത് എല്ലാവർക്കും വിഷമം. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അതുവരേക്കും ബൈ.